ഇന്ന് ജിമ്മിലേക്ക് എൻ്റെ കൂടെ സാരഥിയായിട്ട് എന്നെ കെട്ടിയവനും കൂടെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആകെ മൂപ്പര് മുഖം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകുന്ന വഴിയിലുള്ള ഒരു ചായക്കടയാണ് കേട്ടോ അത്. ഞാൻ പോകുന്ന വഴിയിൽ എല്ലാവരുമായിട്ട് ഞാൻ കമ്പനി ആയിട്ടുണ്ട്. ഇതിൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടീസ് ചെയ്യുന്ന ആൾക്കാരാണിത്. പക്ഷേ ഞാനത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പോയെന്ന് പറഞ്ഞിട്ട് എന്നെ പായിപ്പിക്കുകയാണ്. അത് കണ്ട് ചിരിക്കാൻ എൻ്റെ പുന്നാരെ കെട്ടിയവനും. അപ്പോൾ പോയി ഞങ്ങളിത് അബീൻ്റെ സ്വന്തം ടൈലർ ഷോപ്പാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇന്ന് എൻ്റെ എന്താ പറയുക പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊന്നും കാണിച്ചു തരാമെന്ന് കരുതി. നമ്മൾ ജിമ്മ് പോകുന്ന വഴിക്ക് കരാമ ആയതുകൊണ്ട് തന്നെ കരാമ നിൽക്കുന്നവർക്കറിയാം ഫുള്ള് ഫുഡ് സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ മൈൻഡിനെയും എല്ലാം കൺട്രോൾ ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. കാരണം പോകുന്ന വഴിക്ക് നല്ല സ്മെല്ലും നല്ല ഫുഡിൻ്റെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഇതൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൺട്രോൾ പോകുന്നൊരു സംഭവമുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഒരു ഫുഡിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ ജിമ്മിലെത്തി നമ്മളെ സ്വന്തം വാമപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഏത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ വാമപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇനി ആരെങ്കിലും ചെയ്യാതെ ഉണ്ടെങ്കിൽ വാമപ്പ് ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ ജോയിൻസിനെയും അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡീനെയും അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകുക എന്നുള്ളതിനെല്ലാം സജ്ജപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാമപ്പ് ചെയ്യുന്നത്. അപ്പോൾ വാമപ്പ് കഴിഞ്ഞിട്ടാണ് ഇന്ന് എനിക്ക് പുഷ് ഡേ ആണ്. ഷോൾഡറും അതേപോലെ തന്നെ ചെസ്റ്റും ട്രൈസുമാണ് ഞാൻ പുഷ് ഡേയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനുള്ള വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ഇൻക്ലൈൻഡ് പ്രസ്സും ബെഞ്ച് പ്രസ്സും ഒക്കെ എടുത്തിട്ട് ആണ് ഞാൻ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തത്. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം നല്ല റഷായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് നേരെ ഇറങ്ങിയിട്ട് സിറ്റി മാർട്ട് ഉണ്ട്, ഞങ്ങളെ ജിമ്മിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. സിറ്റി മാർട്ട് പോയിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇടാനുള്ള 2 ട്രൗസറും കുറച്ചൊരു കോഡ് സെറ്റൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്തു. ജസ്റ്റ് ഞാൻ അതുവഴി ഇങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വെറുതെ നോക്കുകയാണ്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നല്ല രസമുള്ള ക്യൂട്ട് ചെരുപ്പുകളും ഷൂസും ബാഗും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ. ലൈക്ക് നമ്മൾ നാട്ടിൽ കോഴിക്കോടായതുകൊണ്ട് SM സ്ട്രീറ്റ് ഒക്കെ ഇല്ലേ, അതേപോലെ ലൈക്ക് നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയൊരു മിതമായിട്ടുള്ള റേറ്റുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നല്ല കളക്ഷൻസാണ്, ഒരുപാട് കളക്ഷൻസ്. ലൈക്ക് ഡേ ടു ഡേ പോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ കണ്ട് എൻ്റെ കണ്ണ് തള്ളുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാനൊന്നും എടുക്കാതെ എനിക്ക് വേണ്ട സാധനം മാത്രം എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ റോഡെല്ലാം ക്രോസ് ചെയ്ത് അങ്ങനെ ഏകദേശം നമ്മളെ തിരക്കൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇനി ഫുഡൊക്കെ കഴിച്ച് മെല്ലെ കിടന്നുറങ്ങണം, റെസ്റ്റ് എടുക്കണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഡു ഫോളോ. ബൈ.